PM ശ്രീ പദ്ധതി ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഉടൻ കത്തയക്കും. കത്തിന്റെ കരട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് കത്ത് നൽകുക. CPIക്ക് പുറമെ CPM സംസ്ഥാന കമ്മിറ്റിയിലും ധാരണാപത്രം ഒപ്പിട്ടതിനെതിരെ വിമർശനമുയർന്നിരുന്നു. PM ശ്രീയിലെ ഇടപെടലിൽ പാർട്ടി നേതൃത്വത്തെ CPI സംസ്ഥാന കൌൺസിൽ അഭിനന്ദിച്ചു. മുന്നണിയുടെയും മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ PMC കരാറിൽ ഒപ്പുവച്ചതിൽ കടുത്ത വിമർശനമാണ്, പ്രതിഷേധമാണ് CPI ഉയർത്തിയത്. അങ്ങനെയാണ് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം കരാർ മരവിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. 7 അംഗ സബ് കമ്മിറ്റിയും മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ, അതുവരെ മരവിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്രത്തെ അറിയിക്കാനായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം. പക്ഷേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കത്ത് കേന്ദ്രത്തിന് ഇതുവരെ അയച്ചിട്ടില്ല. അധികം വൈകാതെ കത്ത് അയക്കുമെന്ന് തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സ്ഥിരീകരിച്ചു. അതിന്റെ പല ഘട്ടങ്ങളിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിസഭ തീരുമാനിച്ചല്ലേ, അതിലൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി സാധ്യതയില്ലല്ലോ. കത്തയക്കാൻ തീരുമാനിച്ചു, മന്ത്രിസഭ സബ് കമ്മിറ്റി രൂപീകരിച്ചു. അത് പറഞ്ഞതുപോലെ ഇത്രയും വളരെ ഗൗരവമുള്ള വിഷയം പെട്ടെന്ന് ദോശ വിടുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഗൗരവത്തോടുകൂടി തന്നെ സമയമെടുത്തങ്ങ് ചർച്ച ചെയ്ത് നടപടിക്രമം പൂർത്തീകരിക്കുകയാണ്. ഈ ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് PMC കരാർ ഒപ്പിട്ടതിൽ CPMൽ വിമർശനം വന്നത്. പാർട്ടിയുടെ മുന്നണിയുടെ തീരുമാനത്തിന് വ്യത്യസ്തമായി നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇത്തരമൊരു കരാർ എങ്ങനെ ഒപ്പിട്ടുന്ന ചോദ്യമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്നത്. വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആ വീഴ്ച ഏറ്റുപറഞ്ഞു. CPIയുടെ സംസ്ഥാന കൌൺസിലിൽ ഇന്ന് ഈ വിഷയം ചർച്ചയായി. ഭൂരിപക്ഷം നേതാക്കളും സംസ്ഥാന നേതൃത്വത്തെ അഭിനന്ദിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. മുന്നണിയുടെ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്ന അഭിപ്രായമാണ് ഭൂരിഭാഗവും പറഞ്ഞത്. നേതൃത്വത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും അഭിനന്ദിച്ചു. നേട്ടത്തിൽ അഹങ്കരിക്കുന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. PMC പദ്ധതിയിലെ നേട്ടത്തിൽ അഹങ്കരിക്കാൻ പാടില്ല. രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാനായ നേട്ടമാണ്. അമിതമായി ആഹ്ലാദിക്കാനോ അഹങ്കരിക്കാനോ പോകരുത്, എങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ചർച്ചയ്ക്ക് മറുപടിയായി ബിനോയ് വിശ്വം പറഞ്ഞു. ഒറ്റപ്പെട്ട ചില വിമർശന സ്വരങ്ങളും സംസ്ഥാന കൌൺസിൽ ഉയർന്നു വന്നു. ചർച്ച കൂടാതെ ഒപ്പിടാൻ പോയതിന്റെ ഉത്തരവാദിത്വം ആർക്കെന്ന് അന്വേഷിക്കണമെന്നാണ് 2 നേതാക്കൾ ആവശ്യപ്പെട്ടത്. PMC അടക്കമുള്ള വിഷയങ്ങളിൽ CPM നിലപാട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു നേതാവ് സംസ്ഥാന ഏതായാലും മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും ചില ആശങ്കകൾ CPIക്ക് ഇപ്പോഴുമുണ്ട്. ഏതായാലും അധികം വൈകാതെ കേന്ദ്രത്തെ ഈ കരാർ മരവിപ്പിക്കുന്നു എന്നറിയിച്ചുകൊണ്ടുള്ള കത്ത് അധികം വൈകാതെ കേന്ദ്രത്തിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കൈമാറും. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 6 പേർ മരിച്ചു. പാസഞ്ചർ ട്രെയിനും ഗുഡ്സ് ട്രെയിനുമാണ് കൂട്ടിയിടിച്ചത്. ബിലാസ്പൂരിലെ കത്നി സെക്ഷനിൽ ജയറാം നഗർ സ്റ്റേഷന് സമീപമാണ് അപകടം. നിരവധി കോച്ചുകൾ പാളം തെറ്റി. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ. നിരവധി ക്രിമിനൽ കേസുകളിലെയും മോഷണ കേസുകളിലെയും പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയതിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ വ്യക്തത തേടി കേരള പോലീസ്. തമിഴ്നാട് സംഘം സഞ്ചരിച്ചിരുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ്. ബാലമുരുകന് ആലത്തൂരിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ശേഷം കൈവിലങ്ങിട്ടിരുന്നില്ല എന്നാണ് തമിഴ്നാട് ഉദ്യോഗസ്ഥർ വിയ്യൂർ പോലീസിന് നൽകിയ മൊഴി. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് വിയ്യൂർ ജയിലിലെ തടവുകാരനായിരുന്ന ബാലമുരുകൻ എന്ന കൊടും ക്രിമിനൽ രക്ഷപ്പെടുന്നത്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പല കേസുകൾ, അതായത് കൊലപാതക കുറ്റം ഉൾപ്പെടെ 53 കേസുകൾ